ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയ ശേഷം ദീപ്തി രക്ഷകൻ നഗരം വിട്ടു പോയിരിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ അർച്ചനയ്ക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. അർച്ചനയുടെ വിഷമം മനസ്സിലാക്കുന്ന ദീപ്തിയാണെങ്കിൽ അയാളെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അർച്ചനയെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കോടതിയിലേക്ക്. ഓഫീസിൽ വെച്ചും രക്ഷകനെ പറ്റിയുള്ള ചിന്തകളാൽ അർച്ചന ആകെ ടെൻഷനിലിരിക്കുകയാണ്. എന്നെ കണ്ടിട്ടും അയാൾ എന്തിനാണ് അറിയില്ലെന്ന് പറഞ്ഞത്, അയാൾക്ക് തെറ്റായ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് അർച്ചന. അതേസമയം നമ്മുടെ ജെ.കെ. ഹോട്ടലിൽ തിരിച്ചെത്തി റൂമിന്റെ കീ ആവശ്യപ്പെട്ട് മദ്യവും വാങ്ങി മുറിയിലേക്ക് പോവുകയാണ്. ഹോട്ടൽ സ്റ്റാഫ് ജെ.കെക്ക് ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കാമെന്നൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. ഓഫീസിൽ രക്ഷകനെക്കുറിച്ചുള്ള അർച്ചനയുടെ ടെൻഷൻ ദീപ്തി ശ്രദ്ധിക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ചതിക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നുവെന്നും തെളിവില്ലാതെ നീ വെറുതെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും ദീപ്തി പറയുകയാണ് അർച്ചനയോട്. എന്തായാലും ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തന്നെ അർച്ചന തീരുമാനിക്കുന്നു. പിന്നീട് രാത്രിയിൽ വിജയശങ്കർ അർച്ചനയെ വിളിക്കുകയും കോടതി വിധി പ്രകാരം ചിന്നുവിനെ 2 ദിവസം വീട്ടിൽ താമസിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിയമം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അർച്ചന ശക്തമായി തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് വിജയശങ്കറിന്. ചിന്നുവിന് 18 വയസ്സ് കഴിഞ്ഞെന്നും അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ അവളാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഇക്കാര്യം നിങ്ങൾ ചിന്നുവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അർച്ചന ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുകയാണ്. വിജയശങ്കറിനും ദേഷ്യം വരുന്നു. തുടർന്ന് ചിന്നു അർച്ചനയുടെ അടുത്തെത്തി അച്ഛൻ വിളിച്ചെന്നും ചന്ദ്രകാന്തത്തിൽ വന്ന് താമസിക്കാനാണ് പറഞ്ഞതെന്നും അർച്ചനയോട് പറയുകയാണ് ചിന്നു. ചിന്നുവിന് ഇഷ്ടമാണെങ്കിൽ പോകാമെന്ന് അർച്ചന പറയുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുള്ള ചിന്നുവിന്റെ മറുപടി കേട്ട് അർച്ചന സങ്കടപ്പെടുന്നു. പിറ്റേന്ന് ചിന്നു ചന്ദ്രകാന്തത്തിലെത്തുകയാണ്. ചിന്നു ചിരിച്ചുകൊണ്ട് സംസാരിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആര്യ ദേഷ്യത്തോടെയാണ് ചിന്നുവിനോട് പ്രതികരിച്ചത്. വിജയശങ്കറിനെ കാണാൻ വന്നതിനെക്കുറിച്ച് ആര്യ ചിന്നുവിനോട് തർക്കിക്കുന്നു. ചിന്നു പരിഹാസ രൂപേണ മറുപടി പറഞ്ഞപ്പോൾ അച്ഛനെ കാണാൻ സൗകര്യം ആകുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞ് ആര്യ ചിന്നുവിനെ ഒഴിവാക്കി വിടുകയാണ്. എന്നാൽ വിജയശങ്കർ വന്ന ആര്യയോട് ദേഷ്യപ്പെടുകയും ചിന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിജയശങ്കർ. ഇതിനിടെ താൻ വന്നത് ആര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നെല്ലാം ചിന്നു പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് വെച്ച് ചന്ദ്ര ചിന്നുവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതെല്ലാം കണ്ട് ആര്യ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നു. ചിന്നുവിനെ പ്രശംസിക്കുന്നതിനിടെ ചിന്നു ഇപ്പോൾ അർച്ചനയുടെ നിയന്ത്രണത്തിലല്ല എന്ന് വിജയശങ്കർ ചന്ദ്രയോട് പറയുന്നുണ്ട്. എന്നാൽ താൻ അമ്മയുടെ അറിവോടെയാണ് വന്നതെന്നും അമ്മയുടെ കഷ്ടപ്പാട് മറക്കില്ലെന്നും ചിന്നു വിജയശങ്കറിനോട് പറഞ്ഞപ്പോൾ ഇത് കേട്ട് വിജയശങ്കറിനും ചന്ദ്രയ്ക്കും ഒക്കെ അസ്വസ്ഥതയുണ്ടാക്കി. അത് കേട്ട് വിജയശങ്കർ ചിന്നുവിനായിട്ട് ഒരു ട്രിപ്പ് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിജയശങ്കറിന്റെ ട്രിപ്പിന് പോകാനുള്ള ക്ഷണം ചിന്നു നിരസിക്കുന്നു. അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള യാത്രയാണ് തനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞ് ചിന്നു ആ ക്ഷണം ഒഴിവാക്കുന്നു. ചന്ദ്രയ്ക്കും വിജയശങ്കറിനും ആര്യയ്ക്കൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല.